ആടാ മോനെ നെവിൻ പുറത്തു പോയി തള്ളി പുറത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആദിലേക്കാട്ടിയും കൂടുതൽ ആ ഒരു ഹൈപ്പ് ഇഷ്ടപ്പെട്ടത് നൂറേടനാണ്. നെവിൻ പുറത്തു പോയി എന്നുള്ളത് ഇപ്പോഴും വരെയും സത്യമാണ്. ഇനി തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടിട്ടേ പറയാൻ പറ്റൂ. അപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ജിസേലിനെയും അനുമോളിനെയും വിളിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സംസാരം ഞാൻ ഉടനെ തന്നെ വീഡിയോയിലായിട്ട് ഇടാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അർജന്റായിട്ട് പറയാൻ വന്നത് നെവിന്റെ കാര്യം തന്നെയാണ്. ബിഗ് ബോസ് എഗെയിൻ നെവിന്റെ അടുത്തേക്ക് വന്നിട്ട് നെവിനോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു ലിവിംഗ് ഏരിയയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, നെവിൻ പറഞ്ഞത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് അപ്പൊ നെവിന്റെ അടുത്ത് വീണ്ടും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നെവിൻ ഈ പറഞ്ഞ ജിസേലും അനുമോളും നടന്ന സംഭവം അതും നെവിൻ പുറത്തു പോകണം, അനുമോൾ പുറത്തു പോകണം എന്ന് പറഞ്ഞ ആ ഒരു വിഷയവുമായിട്ട് എന്താണ് നെവിന് പറയാനുള്ളത്? അതുമായിട്ട് എന്ത് ബന്ധമാണ് നെവിൻ പറഞ്ഞ കാര്യത്തിനുള്ളത്? എഗെയിൻ നെവിൻ ഇതേ നെവിന് പറയാനുള്ളൂ. കാര്യം മനസ്സിലായില്ലേ? നെവിൻ എന്തൊക്കെയോ ന്യായീകരിക്കാൻ ശ്രമിച്ചു. നെവിൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈകാരിക നിമിഷത്തിൽ പറഞ്ഞു പോയതാണ് എന്ന് നെവിൻ പറയുന്നുണ്ട്. അങ്ങനെ വൈകാരിക നിമിഷത്തിൽ പറഞ്ഞു പോയതാണെങ്കിൽ പോകണം, തന്റെ ഇടത്തോടെ പോകണം എന്ന് ആദിലയും നൂറയും ഇടയ്ക്കിടയ്ക്ക് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ആദിലയും നൂറയും എന്തിനാണ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തത് എന്ന് ഞാനും ചിന്തിച്ചു. പക്ഷേ നെവിന് വേറൊരു കുത്തിത്തിരിപ്പുണ്ടായിരുന്നു. നെവിൻ ആദിലയുടെയും നൂറയുടെയും ബന്ധത്തിൽ അവിടെ വരെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. എഗെയിൻ നല്ലതുപോലെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് പിന്നെയും ചോദിക്കുന്നുണ്ട്, നെവിൻ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്, ഏറ്റവും കൂടുതൽ പേര് നോക്കുന്ന ഒരു ഷോ ആണ്. തുടക്കം തന്നെ നെവിനോട് പറഞ്ഞ വാക്കെന്ന് പറയുന്നത്, നെവിൻ പലതവണയായിട്ട് മൈക്ക് മാറ്റി വെക്കുന്നതും മൈക്ക് ധരിക്കാതിരിക്കുന്നതും ശ്രദ്ധിക്കുന്നു എന്നാണ്. അപ്പോൾ ആ നിയമലംഘനത്തെ കുറിച്ചാണ് ബിഗ് ബോസ് പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നെവിൻ അനുമോളെ ബിഗ് ബോസ് പാമ്പർ ചെയ്യുന്നു എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിലും നെവിനോട് എടുത്തു തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇവിടെ ആർക്കും പ്രിവിലേജ് ഇല്ല. നെവിന് പ്രിവിലേജ് ഇല്ല, ജിസേലിന് പ്രിവിലേജ് ഇല്ല, അനുമോൾക്കും പ്രിവിലേജ് ഇല്ല. അനുമോളോട് തന്നെയും ഇതേ കണക്ക് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അനുമോള് ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയം. നെവിൻ എന്തിനു പോകുന്നു എന്ന് പറയുന്നു നിരന്തരമായിട്ട്. ഇന്നത്തെ ഈ വിഷയത്തിൽ മാത്രമല്ല, നെവിൻ ഒരാഴ്ചയായിട്ട് ഈ സംസാരം ഇവിടെ തുടരുന്നു. അപ്പോൾ ഈ ചോദ്യം ബിഗ് ബോസ് ചോദിച്ചത് അത്യാവശ്യമായി പോയി. അതിന്റെ കൂടെ ആദിലയുടെയും നൂറയുടെയും റിലേഷനിൽ അവരുടെ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വല്ലതും പറഞ്ഞോ എന്ന് നെവിൻ ആ വഴക്കിന്റെ ഇടയിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വീണ്ടും ആദിലയ്ക്ക് നൂറയ്ക്ക് നല്ല ദേഷ്യമായി. കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വന്നെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കലല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നീ നട്ടലുള്ളവനാണെങ്കിൽ നീ പറഞ്ഞ വാക്കൂടെ പാലിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോകും എന്ന് നൂറ അടുപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഈ അക്ബറൊക്കെയാണെങ്കിൽ കിടന്നങ്ങ് മെഴുകുകയാണ്. അയ്യോ നെവിനെ പോവലേടാ, നീ ഇങ്ങനൊന്നും പറയലേടാ, എടാ അടങ്ങിയില്ലേടാ, നിന്റെ ലൈഫ് പോവൂടാ എന്നൊക്കെ. ഉടനെ അപ്പാനിയും ഇതേപോലെ തന്നെ, എടാ ഈ ഷോയിൽ നിനക്ക് പിന്നെ ഒരിക്കലും വരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ. അനുമോൾ ഈ സമയം ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അനുമോൾക്ക് പോയി പറയാൻ പറ്റുമോ നെവിനെ പോവല്ലേന്ന്? അത് കാരണം അനുമോള് ഒരിടത്ത് ഒളിച്ചു നിന്ന് മാറിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് അതൊന്നും ചെയ്യാനില്ല. ഇനി ആ കരഞ്ഞത് ഇനി കള്ളക്കരച്ചിലാണെന്ന് പറഞ്ഞാലും എനിക്ക് അറിയില്ല. ഞാൻ അത് ആ ലെവലിൽ അത് ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷെ ജിസേൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു നടക്കുന്നുണ്ട്. ഒനിയിൽ ജിസേലിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അനുമോൾ എന്നിട്ട് ആ പോകുന്നതൊന്നും നോക്കാൻ അനുമോൾ നിന്നില്ല. അനുമോൾ അകത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ആദിലയും നൂറയും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിപ്പോടാ നെവിനെ എന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെ ഫൈനലി ആ വാതിൽ തുറന്നു. നെവിൻ അങ്ങേയറ്റം ഓടി ഇറങ്ങി അങ്ങ് പോയി. ഒറ്റ പോക്കായിരുന്നു, പിന്നെ ഒന്നുമില്ല. അപ്പാനി പിന്നെ അവിടെ ചെന്ന് നിന്ന് നെവിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അപ്പാനിയോട് ഇറങ്ങി ഓടുമോ എന്ന് ഞാൻ പേടിച്ചു. അതായിരുന്നു സീൻ എന്ന് പറയുന്നത്. അങ്ങനെ അവരെല്ലാം പൊയ്ക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ആദിലയുടെയും നൂറയുടെയും ദേഹത്തോട്ട് കുതിര കയറാൻ നിൽക്കുകയാണ്. അപ്പൊ അവിടെയും ഷാനവാസ് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നെവിൻ ആ പറഞ്ഞത് തെറ്റാണ്, നെവിൻ ആ പറഞ്ഞത് പ്രശ്നമാണ്, ബാക്കിയെല്ലാം നിങ്ങളുടെ ഗെയിം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ആദിലയും നൂറയും അങ്ങനെ അനുമോളുടെ അടുത്ത് ചെല്ലുമ്പോൾ അനുമോൾ പേടിച്ച് പറയുന്നുണ്ട്, നെവിൻ ആ പോയതിന് എല്ലാവരും കൂടെ എന്നെ എന്തെങ്കിലും ചെയ്യും, അവരിനി എല്ലാവരും കൂടെ എന്നെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദിലയും നൂറയും ഒരേ കണക്ക് തന്നെ പറയുന്നുണ്ട്, നെവിൻ ഈ പോയതിന് കാരണം നീ അല്ല, അതിന് ഞങ്ങളാണ് കാരണം, ഞങ്ങൾ കാരണമാണ് അവൻ പോയത് എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആ നെവിൻ പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂ അതുൾപ്പെടെ ആദിലയും നൂറയും അവിടെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെവിൻ പോയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും പറയുക. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി ബിഗ് ബോസ് വീണ്ടും ഒരു ടാസ്ക് കൊടുത്ത് നെവിനെ അവിടെ മാറ്റി വല്ലതും സീക്രട്ട് റൂമിൽ വെക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് നെവിനെ കയറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്തായാലും നെവിന്റെ ഈ ആറ്റിറ്റ്യൂഡ് അത് മാറാൻ പോകുന്നില്ലല്ലോ. അനുമോളോട് എന്തിനാണ് ശരിക്കും നെവിന് പ്രശ്നം? നെവിനെ അനുമോൾ എന്താ ചെയ്തത്? അത് ആദ്യം ചിന്തിച്ചു നോക്കുക.
ജിസേൽ ഇന്നലെ ചെയ്ത പല കാര്യങ്ങളുടെയും വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇത് കാണണ്ടേ? അപ്പോൾ നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക. സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം വരാം. ബൈ.